നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും റിയാലിറ്റി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നൊരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ്. ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ്റെ സ്റ്റോറിയെക്കുറിച്ചാണ്. 1949 ഒരു പാവപ്പെട്ട കുടുംബത്തിൽ തോമസ് എന്ന പേരിൽ ഒരു കുട്ടി ജനിക്കുന്നത്. 7ാം ക്ലാസ് വരെ മാത്രമേ വിദ്യാഭ്യാസം നേടുവാൻ അവന് യോഗമുണ്ടായിരുന്നുള്ളൂ. 17ാം വയസ്സിൽ ഒരു ശസ്ത്രക്രിയ ചെയ്യുന്നതിനായി സർക്കാർ ആശുപത്രിയിലെ ജനറൽ വാർഡിൽ കിടന്ന അവൻ അവിടുത്തെ രോഗികളുടെ ദുരിതങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞു. എന്നെങ്കിലും തന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സഹായം മറ്റുള്ളവർക്ക് ചെയ്യണം എന്നൊരു ചിന്ത അന്നാണ് അവൻ്റെ ഉള്ളിൽ പതിഞ്ഞത്. 20 വയസ്സായപ്പോൾ ആ പയ്യന് മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്പിറ്റലിലെ മെസ്സിൽ ജോലി കിട്ടി. അവിടെ മിച്ചം വരുന്ന ഭക്ഷണവുമായി അവൻ നേരെ പോയിരുന്നത് ആശുപത്രിയിലെ ജനറൽ വാർഡിലേക്കായിരുന്നു. അങ്ങനെ തെരുവിൽ അലഞ്ഞു തിരിയുന്നവരെ കണ്ടെത്തി ശുശ്രൂഷ ചെയ്യുവാൻ അയാൾ തയ്യാറായി. സ്നേഹവും പരിചരണവും വഴി ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച കൂടി നേരിട്ട് കണ്ടതോടെ അദ്ദേഹത്തിന് ഉറപ്പായി നല്ല പരിചരണം നൽകാൻ കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാം. 1988 അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പരിസരത്തൊരു ലോഡ്ജ് വാടകയ്ക്കെടുത്തു. അവിടെയുള്ള ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്കും അവൻ സ്നേഹത്തോട് ആ പൊതികൾ സമർപ്പിച്ചു. പലപ്പോഴും തൻ്റെ തുച്ഛമായ ശമ്പളത്തിൽ നിന്നും പണം കണ്ടെത്തി അവരിൽ പലർക്കും മരുന്നുകൾ വാങ്ങി നൽകി. ഇത് കണ്ട വിദ്യാർത്ഥികളും ഡോക്ടർമാരും ഹോട്ടൽ ഉടമകളും അവനെ സഹായിക്കുവാൻ വന്നു. തങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ ചെറിയ തുക നൽകി തുടങ്ങി. അങ്ങനെ 20 വയസ്സുകാരൻ്റെ ഭക്ഷണ വിതരണം ഓരോ ദിവസവും കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ തുടങ്ങി. 1980 അയാൾ മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വാർഡിൽ അറ്റൻഡറായി ജോലി ചെയ്യുവാൻ തുടങ്ങി. അവിടെ അയാൾ കണ്ടത് മറ്റു ചില കാഴ്ചകളായിരുന്നു. വിശക്കുന്ന മനുഷ്യരെക്കാൾ പരിചരണം വേണ്ട മനസ്സിൻ്റെ സമനില തെറ്റിയ മനുഷ്യർ. ഇന്ന് നവജീവൻ ദിവസവും 4000-ലേറെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണം നൽകുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി, കുട്ടികളുടെ ആശുപത്രി, ജില്ലാ ആശുപത്രി, ജില്ലാ ആയുർവേദ ആശുപത്രി, ജില്ലാ ഹോമിയോ ആശുപത്രി തുടങ്ങിയ 5 സർക്കാർ ആശുപത്രികളിൽ മുടക്കമില്ലാതെ ഈ സൗജന്യ ഭക്ഷണം വിതരണം നടന്നു വരുന്നു. സമനില നഷ്ടപ്പെട്ട തെരുവിൽ അലഞ്ഞവരെയും ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരെയും അദ്ദേഹം അവിടെ കൊണ്ടുവന്നു താമസിപ്പിച്ചവർക്ക് വേണ്ട പരിചരണം നൽകി. 1991 ആ സേവനങ്ങൾക്ക് ഒരു പേര് നൽകി, നവജീവൻ ട്രസ്റ്റ്. പതിയെ അവിടെ എത്തുന്ന മനുഷ്യരുടെ എണ്ണം കൂടി, അവരെ സഹായിക്കുവാൻ എത്തുന്ന ആളുകളുടെ എണ്ണവും. അങ്ങനെ ലോഡ്ജിൽ നിന്നും മെഡിക്കൽ കോളേജിനടുത്ത് തന്നെയുള്ള വില്ലൂന്നി എന്ന സ്ഥലത്തേക്ക് ട്രസ്റ്റ് മാറ്റി. വിദേശത്തു നിന്നോ സർക്കാരിൽ നിന്നോ 1 രൂപ പോലും ഫണ്ട് സ്വീകരിക്കാതെയാണ് ഇതുവരെ ട്രസ്റ്റ് പ്രവർത്തിച്ചത് എന്നറിയുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. എത്രയോ വലിയ കാരുണ്യ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ.